നമുക്കൊരു ഈസി ചിക്കൻ ബിരിയാണി റെസിപ്പി ട്രൈ ചെയ്താലോ? വായോ. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് നേരത്തേക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഒനിയൻ അരിഞ്ഞെടുക്കാം. ഒനിയനൊക്കെ ഒന്ന് സെറ്റായി വന്നു കഴിഞ്ഞ് നമുക്കൊരു പാൻ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ സെറ്റായി കഴിഞ്ഞപ്പോൾ അതൊന്ന് എടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും തിരിച്ചു മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ആ ചിക്കൻ ഒന്നെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. കാരണം നമുക്ക് ആ ഓയിൽ നമുക്ക് ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. വേറൊരു പാത്രം എടുത്ത് അതിൽ നിന്ന് കുറച്ച് ഓയിലെടുത്ത് കുറച്ച് ജിഞ്ചർ ഗാർലിക് ചില്ലി അതിൽ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഒനിയനും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിനും നമുക്ക് ഒനിയൻ നന്നായിട്ട് പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഞാനിവിടെ കുറച്ച് ബട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്, കാരണം ഞാൻ ആ ഓയിൽ ഫുൾ എടുത്തില്ല, അതിന് പകരം ബട്ടറാണ് യൂസ് ചെയ്തത്. ഇവിടെ ഞാൻ മസാലയായിട്ട് ഈസ്റ്റേണിൻ്റെ ബിരിയാണി മസാലയും കുറച്ച് പെരുംജീരകപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് തക്കാളിയും കുറച്ച് തൈരും കുറച്ച് പുതിനയില, മല്ലിയില ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊരു ഗ്രേവി ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ കുക്ക് ചെയ്ത് വെച്ചിരുന്ന ചിക്കനും കൂടി അതിലേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രേവി നന്നായിട്ട് തിക്കായിട്ട് കിട്ടും. അതൊന്ന് അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി 2 ഗ്ലാസ് ജീരകശാല റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ടൊരു കുക്കർ വെച്ച് അതിലേക്ക് കുറച്ച് ഗീ ആഡ് ചെയ്ത് കുറച്ച് ഒനിയനും കുറച്ച് ഡ്രൈ സ്പൈസസും ഒക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയ ജീരകശാല റൈസ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് 1 സ്പൂൺ ഉപ്പും കുറച്ച് പുതിനയില, മല്ലിയില, കുറച്ച് റോസ് വാട്ടറും ഒരു നാരങ്ങ നീരും പിഴിഞ്ഞൊഴിച്ച് 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ വെള്ളവും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ചു വെച്ച് വിസിലിട്ട് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം. ഇവിടെ എനിക്ക് ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ കുറച്ച് ധൃതി കൊണ്ട് പെട്ടെന്ന് തന്നെ എടുത്തു. അതുകൊണ്ട് എൻ്റെ ചോറിൻ്റെ വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഗ്രേവിയൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. വെള്ളം വറ്റിയിട്ടില്ലെങ്കിലും ഞാൻ ആ ചോറ് അതിൻ്റെ മണ്ടയ്ക്ക് തന്നെ സെറ്റ് ചെയ്ത് കൊടുത്ത് കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടെയൊക്കെ ആഡ് ചെയ്ത് വീണ്ടും ഒരു ലെയറും കൂടെ ചോറ് സെറ്റ് ചെയ്ത് കൊടുത്ത് പിന്നെ നമ്മുടെ സാധാ പാലിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് അതും കൂടി ഒന്ന് മണ്ടയ്ക്ക് നന്നായിട്ട് തൂവി കൊടുത്തു. ഇത് ഇത്രയും സെറ്റാക്കി കഴിഞ്ഞ് കുറച്ച് വെള്ളം അധികം ഉണ്ട്. എനിക്കത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കുറച്ച് വെള്ളം തിളയ്ക്കുന്നുണ്ട്. ഞാൻ ഒരു ഫോയിൽ പേപ്പർ ഇട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഒരു അടപ്പും വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് തുറന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചിക്കനൊക്കെ ഇങ്ങനെ മുകളിൽ വന്ന് കിടക്കുന്നത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണിയും ഒരു സാലഡും ഒരു നാരങ്ങാച്ചാറൊക്കെ കൂട്ടി നന്നായിട്ട് കഴിച്ചു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.